ഷവോമിയുടെ സൈഡിൽ നിന്ന് വരുന്ന വളരെ കുറച്ച് ഫോൺസ് മാത്രമേ നമുക്ക് നല്ല ഫോൺസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതും ഈ ഒരു പോക്കോ സീരീസ് ആണ് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റെഡ്മി സീരീസിന് ഒട്ടും തന്നെ വാല്യൂ ഫോർ മണിയല്ല. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ റെഡ്മി സീരീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വാല്യൂ ഫോർ മണി ആയിരിക്കും, ദി ബെസ്റ്റ് സ്പെസിഫിക്കേഷൻ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ കാലം മാറി, അതുപോലെ തന്നെയാണ് റെഡ്മി മാറി. ഇപ്പോൾ ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ പോലെയാണ് എനിക്ക് റെഡ്മി സീരീസ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ റെഡ്മി നോട്ട് 14 പ്രോ ആയാലും പ്രോ പ്ലസ് ആയാലും രണ്ടും കണക്ക് തന്നെയാണ്. അപ്പോൾ അതിനെയും കാട്ടൊക്കെ ബെറ്റർ ഓപ്ഷൻ ആണ് നമ്മുടെ പോക്കോന്റെ X7ഉം X7 പ്രോയും. അപ്പോൾ X7 നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ്മി നോട്ട് 14 പ്രോ ആണ് ഈ ഒരു X7 എന്ന് പറയുന്നത്. പ്രൈസിന് നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് പ്രൈസ് പോക്കോ സീരീസ് എപ്പോഴും കുറവായിരിക്കും, ഈ ഒരു ഫോണിനും കുറവാണ്. മെയിൻ ആയിട്ട് ഈ ഒരു റെഡ്മി സീരീസ് ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ ആയിട്ടായിരിക്കും മിക്കവാറും ഒരു മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്രയും വില കൂട്ടിയൊന്നും ഒരു പ്ലേസ് ചെയ്തില്ല. അപ്പോൾ റെഡ്മി സീരീസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടും തന്നെ റെക്കമെൻഡും ചെയ്യുന്നില്ല. കുറെ സോഫ്റ്റ്വെയറിലുള്ള ബഗ്സ് ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 15 കൊടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ മിക്ക ബ്രാൻഡ്സ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 15 പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാലത്താണ് റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോക്കോ സീരീസ് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ പോക്കോ X7 പറ്റി ഇനി കൂടുതലൊന്നും പറയാനില്ല. വലിയ പെർഫോമൻസ് ഓറിയന്റഡ് ഫോണും അല്ല, എന്നാൽ നോർമൽ ഒരു പെർഫോമൻസും അല്ലെങ്കിൽ ഒരു നോർമൽ ഡീസന്റ് ഫോണാണ്, ഗെയിമിംഗ് ഫോൺ അല്ല. കാരണം Dimensity 7300 അൾട്രാ എന്ന് പറയുന്ന ചിപ്സെറ്റ്, ഈ ഒരു ചിപ്സെറ്റിന്റെ കൂടെ അൾട്രാ പ്രോ എന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന്റെ പെർഫോമൻസ് ഒക്കെ ഒരു ആവറേജ് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗെയിമിംഗ് ഫോൺ അല്ല. അപ്പോൾ എന്തൊക്കെ ആയാലും ദിസ് ഈസ് ഫോൺ മോസ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോക്കോന്റെ X7 പ്രോയിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു കിടിലൻ ഗെയിമിംഗ് ഫോണാണ്. ഇതിപ്പോൾ ഞാൻ നോർമലി ക്യാമറയ്ക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നോർമൽ യൂസിനോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനോ ഒന്നും ഈ ഒരു ഫോൺ മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗെയിമിങ്ങിന് ഈ ഒരു ഫോൺ ഒരു കിടില ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷനിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. കാരണം ഇതിന്റെ മെയിൻ ഹൈലൈറ്റും ഇതിന്റെ ചിപ്സെറ്റ് തന്നെയാണ്. Dimensityയുടെ 8400 അൾട്രാ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു അൾട്രാ പ്രോ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ടേം മാത്രമാണ്. അല്ലാതെ ഇതിന്റെ പെർഫോമൻസ് നോർമൽ വേരിയന്റ് ആയിട്ട് നോക്കുമ്പോൾ സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള മൈനർ ഡിഫറൻസ് മാത്രമേ നമ്മുടെ നോർമൽ വേരിയന്റും ഈ ഒരു അൾട്രാ പ്രോ എന്നൊക്കെ വിളിക്കുന്ന വേരിയൻസ് ആയിട്ട് വരാറുള്ളൂ. അപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വേറെ ഒരു രക്ഷയില്ല, കിടിലം പെർഫോമൻസ് ആയിരിക്കും. പിന്നെ 4 നാനോമീറ്ററിൽ ബേസ് ചെയ്ത ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എഫിഷ്യന്റ് ആയിരിക്കും. ഇത് ഭയങ്കര എഫിഷ്യന്റ് ഒന്നും ഞാൻ പറയത്തില്ല, കുറച്ച് പെർഫോമൻസ് ഹെവി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് ബാറ്ററി കൺസ്യൂം ചെയ്യും. അപ്പോൾ ബാറ്ററിയും അത്യാവശ്യം നല്ലൊരു സൈസുള്ള ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്, അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിനാണ് ഈ ഒരു ഫോൺ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ പോക്കോ ഫോൺ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പോക്കോ ഫോണിന്റെ ആ ഒരു ടാഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോണാണ് പോക്കോന്റെ X7 പ്രോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഗെയിമിംഗ് ചെയ്താലും റെൻഡറിങ് ചെയ്താലും ഇതിന്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിരിക്കും. പെർഫോമൻസിലൊന്നും ഈ ഒരു ഫോണിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. മാത്രമല്ല ഈ ഒരു ചിപ്സെറ്റിന്റെ കംപ്ലീറ്റ് സപ്പോർട്ടും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനുള്ള UFS സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 4.0 ആണ്. 30,000 രൂപയ്ക്കും 35,000 രൂപയ്ക്കുള്ള ഫോണിൽ പോലും UFS 2.2 കൊടുക്കുന്ന ഒരു കാലമാണ്. ആ ഒരു ടൈമിലാണ് പോക്കോ വന്നിട്ട് UFS 4.0 കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. ആൻഡ് റാം നോക്കുകയാണെങ്കിൽ LPDDR5X റാം ആണ്, 5 അല്ല 5X ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ സ്റ്റോറേജ് ആൻഡ് റാം കോമ്പിനേഷൻ ഒന്നും ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ പോക്കോ ഫോൺ ആയതുകൊണ്ട് തന്നെ, അതും UFS 4.0 ആയതുകൊണ്ട് തന്നെ നമുക്ക് 256 GB ആണ് ബേസ് വേരിയന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നോർമലി ഒരു ഗെയിമിംഗ് ഫോണിന്റെ ഒരു ആവശ്യമുള്ള എല്ലാ എലമെന്റ്സും ഇത് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ റാം ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ചിപ്സെറ്റിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഓവറോൾ അടിപൊളിയാണ് പെർഫോമൻസിന്. പിന്നെ ഇതിന്റെ ചിപ്സെറ്റിന് കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5000 mm സ്ക്വയറിന്റെ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും നോർമലി ഈ ഒരു പ്രൈസിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഗെയിമിംഗ് ഫോൺ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നോർമലി വരുന്നതാണ്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഗെയിമിംഗ് ഫോണായ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് വേണം. ഇതിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 6550 mAh ബാറ്ററിയാണ്. അതും 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബാറ്ററി പെർഫോമൻസ് ഡീസന്റ് ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു പോക്കോ ഫോൺ ആയതുകൊണ്ടും ഇതൊരു ഷവോമിയുടെ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ ഞാൻ കൂടുതൽ എക്സ്പെക്ടേഷൻ വയ്ക്കുന്നില്ല. പിന്നെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെയും കുറേ ചാനൽസിലൊക്കെ ബാറ്ററിന്റെ ഡ്രെയിൻ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. സോ ആ ഒരു വീഡിയോസും കൂടെ പ്രോപ്പർലി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ബാറ്ററി പെർഫോമൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യണമെങ്കിലും അത്യാവശ്യം 1 day ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെയും വേറെ ഇഷ്യൂസ് ഇല്ല, ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ 6550 mAh ബാറ്ററി കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്ന് വിശ്വസിക്കാം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ ഡീഗ്രേഡഡ് ആണെന്ന്. ആക്ച്വലി ഡീഗ്രേഡഡ് എന്ന് പറയാൻ പറ്റത്തില്ല, 2 ക്യാമറാസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ X6 നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ 3 ക്യാമറാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 50 മെഗാപിക്സലിന്റെ പ്രൈമറി, ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ്, പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതും എല്ലാവരും യൂസ് ചെയ്യാൻ പോകുന്ന ഒരു 2 മെഗാപിക്സലിന്റെ സെൻസറോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പോക്കോന് മനസ്സിലായി ഈ ഒരു 2 മെഗാ പിക്സലിന്റെ സെൻസർ ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ നൈസ് 2 സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി വിത്ത് OIS. ഇതെന്ന് പറയുന്നത് സോണിയുടെ LYT600 സെൻസറാണ്. നോർമലി ഈ ഒരു പ്രൈസിന് വരുന്ന മിക്ക ഫോൺസിലും യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഇതിൽ നിന്നും ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ലാത്ത ഒരു സെൻസറാണ്. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും എന്നുള്ളതിലിരിക്കും. പിന്നെ ഇതൊരു പോക്കോ ഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വയ്ക്കേണ്ട. പിന്നെ ഉള്ളത് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്. സോഫ്റ്റ് ആയിരിക്കും, അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ പ്രൈമറി ലെൻസിൽ OIS കൊടുത്തിട്ടുള്ളത് വളരെ നല്ല കാര്യം. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ 20 മെഗാ പിക്സൽ ആണ്. ഇനിയിപ്പോൾ 20 കൊടുത്താലും 30 കൊടുത്താലും 50 കൊടുത്താലും ഒരു 4K ഒന്നും ഈ ഒരു പ്രൈസ് പോയിന്റിനെ എനേബിൾ ചെയ്ത് തരാൻ പോകുന്നില്ല. 1080p ആയിരിക്കും ഫ്രണ്ട് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ വരുന്നത്. ബാക്കിലെ പ്രൈമറി സെൻസർ വെച്ച് നമുക്ക് 4K വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ കൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു പ്രൈസിന് ഇതൊരു ബെസ്റ്റ് ക്യാമറ ഫോൺ അല്ല. ഈ ഒരു പ്രൈസിന് ബെസ്റ്റ് ക്യാമറ ഫോൺ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഒരു വീഡിയോ എടുത്തേക്കാം, അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതൊരു ക്യാമറ സെൻട്രിക് ഫോൺ അല്ല, പക്ഷെ പെർഫോമൻസിനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, അടിപൊളിയാണ്. പിന്നെ എനിക്ക് പോക്കോന്റെ X6 Proയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ആണ് അതിലൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഒരു ഗെയിമിംഗ് ഫോൺ ആകുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഫോണിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ X7 ഫ്ലാറ്റ് ഡിസ്പ്ലേ വരുന്നില്ല, അതിലൊരു കർവ്ഡ് ആംലഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു കർവ്ഡ് ആംലഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന മെയിൻ റീസൺ നമ്മുടെ Redmi Note 14 Proയിൽ കർവ്ഡ് ആംലഡ് ഡിസ്പ്ലേ ആണ്. സെയിം ഫോൺ ആയതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഡിസൈൻ മാത്രമേ അതിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇതൊരു 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംലഡ് ഡിസ്പ്ലേ ആണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും കുത്തി നിറച്ചിട്ടുണ്ട്. ഇതിൽ HDR10+ സർട്ടിഫിക്കേഷൻ, ഡോൾബി വിഷന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ 1400 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട് HBM ആയിട്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബെസൽസ് ഒക്കെ വളരെ മിനിമൽ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന X6 Proയിലും വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ബെസൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് അതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ വെറ്റ് ടച്ച് 2.0 ഒക്കെ കിട്ടുന്നുണ്ട്. ഈ മഴയത്തൊന്നും നമ്മൾ ടച്ച് ചെയ്താൽ ഡിസ്പ്ലേ ടച്ച് ഒക്കെ വർക്ക് ആവും. സോ അതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ എക്സ്ട്രാ ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ PWM ഡിമ്മിങ്ങും അത്യാവശ്യം ഹൈ റേറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണിൽ ഫ്ലിക്കറിങ് കാര്യങ്ങളൊന്നും വന്ന് തലവേദനയോ കണ്ണുവേദനയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. നിങ്ങളിപ്പോൾ സെൻസിറ്റീവ് ആണെങ്കിൽ, ഇപ്പോൾ ചില സാംസങ്ങിന്റെ ഫോണോ അല്ലെങ്കിൽ ഐഫോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മിക്ക ആൾക്കാരും പറയുന്നതാണ് ഇപ്പോൾ തലവേദന എടുക്കുന്നു, അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് പറയുന്നുണ്ട്. സോ ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കി അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഇതിൽ IP66, IP68 പിന്നെ IP69 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വെള്ളത്തിൽ മുക്കിയാലൊന്നും വരത്തില്ല. പിന്നെ IP69 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ജെറ്റ് സ്പ്രേ ഒന്നും അടിച്ചാലും വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അപ്പോൾ എനിക്ക് ഒന്ന് പറയാനുള്ളൂ, ഈ ഒരു ഫോൺ മേടിച്ചിട്ട് ഒരിക്കലും ഇത് വെള്ളത്തിൽ മുക്കരുത്. പിന്നെ ഇത് ജെറ്റ് സ്പ്രേയുടെ ഫ്രണ്ടിലൊന്നും കൊണ്ടുവയ്ക്കരുത്. മാത്രമല്ല ഇപ്പോൾ OnePlus 13 അഡ്വർടൈസ്മെന്റിൽ അവർ കാണിക്കുന്നത് ഇതിന്റെ നമുക്ക് ഡിഷ് വാഷറിൽ ഇടാം അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടാന്നൊക്കെ കാണിക്കും. അതൊന്നും ഒരിക്കലും ടെസ്റ്റ് ചെയ്ത് നോക്കല്ലേ, ഫോൺ അടിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഫോൺ അടിച്ച് പോയാലോ വാറന്റി ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇനി ഈ ഒരു IP റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് മാത്രം കരുതിയാൽ മതി. അല്ലാതെ ഇത് ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് മുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ Gorilla Glassന്റെ 7i ആണ്. അപ്പോൾ 7i എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ കൂടിയ ഡിസ്പ്ലേ എന്നൊക്കെ വിചാരിക്കുമായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. 5ന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ് ഈ ഒരു Gorilla Glass 7i എന്ന് പറയുന്നത്. എന്തൊക്കെ Gorilla Glass കൊടുത്താലും നല്ല ടെമ്പേർഡ് ഗ്ലാസും കൂടെ മേടിച്ചൊട്ടിക്കുക. പിന്നെ ഈ ഒരു ഫോൺ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒരു കളറാണ് വീഗൻ ലെതർ വരുന്നത്, ഒരു യെല്ലോയും ബ്ലാക്കും സ്ട്രൈപ്പ് ഒക്കെ വരുന്ന ഒരു കളറാണ്. സോ അത് മാത്രമാണ് വീഗൻ ലെതർ ഓപ്ഷൻ ആയിട്ട് കിട്ടുന്നത്. ബാക്കി രണ്ടും ഗ്ലോസി പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് വീഗൻ ലെതർ ആണ്. എന്നാൽ വീഗൻ ലെതറിനും അതിൻ്റെതായിട്ടുള്ള കുറേ ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. സോ അതും കൂടെ മൈൻഡിലേക്ക് വെച്ചേക്കാം. ഇപ്പം നോർമലി റഫ് യൂസ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ആയിരിക്കും നല്ലത്. എന്നാൽ ഒരു പ്രീമിയം ടച്ച് വരുന്നത് വീഗൻ ലെതർ ആയിരിക്കും ഈ ഒരു പ്ലാസ്റ്റിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് ഈ ഒരു ഫോണിന്റെ ഡിസൈനും ഭയങ്കര സൂപ്പർ ആയിട്ടൊന്നും പറയാനില്ല. വളരെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിയൽമിയുടെ 10 Proന്റെ ഒക്കെ ഒരു ക്യാമറ മോഡ്യൂളായിട്ട് വളരെ സിമിലർ ആണ്. ഭയങ്കര സൂപ്പർ ഡിസൈൻ ഒന്നും പറയാനില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന X6 Pro നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിസൈൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം യുണീക്ക് ആയിരുന്നു. ഇവിടെ അതൊന്നും കിട്ടുന്നില്ല. വളരെ ബോറിംഗ്, വളരെ ബേസിക് ഡിസൈൻ ആണ്. പിന്നെ HyperOS 2.0 ആണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ് ഔട്ട് ഓഫ് ദി ബോക്സ് HyperOS 2.0 വരുന്നത്. വലിയ കാര്യമൊന്നുമില്ല. Android 15 ആണ്. പിന്നെ കുറെ AI ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ മിക്ക ആൾക്കാരും കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ മദർ ബോർഡ് അടിച്ചു പോകുന്നതാണ്. അതിനെപ്പറ്റി ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. എന്നാൽ പോക്കോ X6 സീരീസ് ആണെങ്കിലും X5 സീരീസ് ആണെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി ഒരു ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. അതിനിപ്പോൾ S25 Ultra വന്നാലും അല്ലെങ്കിൽ ഐഫോണിന്റെ 16 Pro Max ആണെങ്കിലും ഏത് ഡിവൈസ് ആണെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് എപ്പം വേണോ അടിച്ചു പോകാം. എന്തായാലും വാറന്റി ഉള്ള സമയം വരെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പോക്കോ X6നും ഒരു ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനും വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഫോൺ ബോസ്. ബൈ ബൈ.